മച്ചിപ്ലാവ് സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിമുറ്റത്തെത്തിയാൽ വിരിഞ്ഞു നിൽക്കുന്ന അതിഥികളെ കാണാം. പള്ളിമുറ്റത്തെത്തുന്നവരെ വരവേൽക്കാൻ പള്ളി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് സൂര്യകാന്തികളും ബൊഗെയിൻ വില്ലകളും കൊണ്ട് ഒരു മനോഹരമായ പൂന്തോട്ടം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മച്ചിപ്ലാവ് സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിമുറ്റത്തെത്തിയാൽ നമ്മളെ ആത്മീയതയിലേക്ക് സ്വീകരിക്കാൻ വിരിഞ്ഞു നിൽക്കുന്ന അതിഥികളെ കാണാം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലുള്ള ഈ പള്ളിയിലേക്ക് ഒരു നോക്ക് നോക്കാതെ പോകുന്നവർ വിരളമാണ്. കാരണം സൂര്യകാന്തിയും ബൊഗെയിൻ വില്ലകളും അവിടെ ചിരിതൂകി നിൽക്കുന്നുണ്ട്. പള്ളിമുറ്റമാകെ പൂക്കളാൽ അലങ്കൃതമാണ്. പള്ളിമുറ്റത്തെത്തിയവരെ വരവേൽക്കാൻ പള്ളി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഇങ്ങനെ ഒരു കാഴ്ചവിരുന്ന് ഒരുക്കിയിരിക്കുന്നതെന്ന് വികാരി ഫാദർ മാർക്കോസ് ചിറ്റമാരിയിൽ പറയുന്നു. 50 ദിവസമാണ് സൂര്യകാന്തിക്ക് പ്രായമായിട്ടുള്ളത്. 50 ദിവസം പ്രായമാകുമ്പോൾ അത് നല്ലപോലെ പൂക്കും. ഇനി ഒരു 2-3 മാസം കൂടെ പൂ അതുപോലെ ഉണ്ടാവുകയും ചെയ്യും. അതുകൂടാതെ നമുക്ക് 40ഓളം വെറൈറ്റി ബൊഗെയിൻ വില്ലകൾ നല്ലതുപോലെ പൂത്ത് നിൽക്കുന്നുണ്ട്. കൂടാതെ പ്രിൻസ് വൈൻ എന്ന് പറഞ്ഞിട്ട് പൂ ഉണ്ടാവില്ല, പക്ഷെ ഒരുപാട് വേരുകൾ തൂങ്ങുന്ന ഒരു കർട്ടൻ പ്ലാന്റ് അതീവ മനോഹരമായിട്ടുണ്ട്. ജേഡ് വൈന് 2 തരത്തിലുള്ള ജേഡ് വൈനുകളുണ്ട്. ഇതെല്ലാം ഇവിടെ വരുന്ന ആളുകൾക്ക് പ്രാർത്ഥിക്കാനുള്ള നല്ലൊരു മനസ്സ് പ്രദാനം ചെയ്യുന്നതിനും അതുപോലെ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ ഫോട്ടോ എടുക്കുന്നതിനും ഒരു ദൈവികതയിലേക്ക് ഈ പള്ളി പരിസരം ഉയരുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മളിത് വെച്ചുകൊടുക്കുന്നത്. 1000-നടുത്ത് സൂര്യകാന്തികളാണ് പള്ളിമുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നാണ് വിത്തുകൾ കൊണ്ടുവന്നത്. 2 മാസത്തോളം സൂര്യകാന്തി പൂക്കൾ ഇവിടെയുണ്ടാകും. 40ഓളം ബൊഗെയിൻ വില്ലകൾ, പ്രിൻസസ് വൈൻ, ജേഡ് വൈൻ, അങ്ങനെ ഒരുപാട് പേർ. വിശ്വാസികളെയും വിനോദസഞ്ചാരികളെയും ഈ പൂക്കളും പൂച്ചെടികളും പള്ളിമുറ്റത്തേക്ക് ആകർഷിക്കുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ബ്യൂറോ, അടിമാലി.